രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിലവിലെ സ്ഥിതിവിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ AP അനിൽകുമാർ MLA ഉന്നയിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് സ്പീക്കർക്ക് പരാതി നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് നിയമസഭാ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മുഖ്യമന്ത്രിയുടെ മറുപടി പ്രകാരം ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം 2634 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലായി ആകെ 29,119 പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾ പ്രതികളായ മറ്റൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ലെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 1047 എണ്ണം മാത്രമാണ് ഇതുവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പിൻവലിക്കാനായി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവയിൽ 692 കേസുകൾ ഇപ്പോഴും കോടതിയുടെ സജീവ പരിഗണനയിൽ ആണെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. 2021 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ശബരിമല സമരങ്ങളെയും പൗരത്വ നിയമ പ്രക്ഷോഭങ്ങളെയും കേസുകളിൽ പിൻവലിക്കണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഗൗരവകരമായ ക്രിമിനൽ സ്വഭാവമല്ലാത്ത കേസുകൾ പിൻവലിക്കണമെന്നായിരുന്നു അന്നത്തെ മന്ത്രിസഭാ തീരുമാനം. എന്നാൽ ഈ ഉത്തരവ് പുറത്തിറങ്ങി 5 വർഷം പിന്നിടുമ്പോഴും 1587 കേസുകൾ ഇപ്പോഴും നടപടികളൊന്നും ഇല്ലാതെ നിലനിൽക്കുകയാണെന്ന വസ്തുതയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തലോടെ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിന്റെ പ്രഖ്യാപനം വെറും രാഷ്ട്രീയ തന്ത്രമായിരുന്നുവെന്നും പ്രായോഗികമായി കേസുകൾ പിൻവലിക്കുന്നതിൽ ഭരണകൂടം വലിയ താല്പര്യം കാണിക്കുന്നില്ലെന്നുമുള്ള വിമർശനം ഇതോടെ ശക്തമാവുകയാണ്. ശബരിമല യുവതി പ്രവേശന വിധിക്ക് പിന്നാലെ നാമജപ ഘോഷയാത്രകളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്ത സാധാരണക്കാരായ ഭക്തർ ഇപ്പോഴും കോടതിയും പോലീസ് സ്റ്റേഷനും കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഈ കണക്കുകൾ അടിവരയിടുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്തവർക്കും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു. സർക്കാരിന്റെ ഈ നീക്കം വൈകി വന്ന വിവേകമാണെന്നും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. എന്നാൽ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങൾക്കപ്പുറം ജനകീയ വികാരമുയർത്തുന്ന പ്രക്ഷോഭങ്ങളിലെ കേസുകൾ പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവ നീട്ടിക്കൊണ്ടു പോകുന്നതാണ് കണ്ടുവരുന്നത്. ശബരിമല കേസുകൾ പിൻവലിക്കുന്നതിലെ കാലതാമസം NSS ഉൾപ്പെടെയുള്ള സാമൂഹിക സംഘടനകളും വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവർക്കെതിരെയുള്ള കേസുകൾ ഒഴിവാക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പലർക്കും ഇപ്പോഴും പാസ്പോർട്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് തടസ്സമാകുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്ന നിയമപരമായ തടസ്സം സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അത്തരം സ്വാഭാവികമല്ലാത്ത കേസുകൾ പോലും കെട്ടിക്കിടക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിഷേധക്കാരുടെ വാദമാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാടാണ് കേസുകളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇവിടെ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. VD സതീശൻ നയിക്കുന്ന പുതിയ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ചയാകാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാരിന്റെ നടപടി ഭക്തജനങ്ങളോടും ന്യൂനപക്ഷ വിഭാഗങ്ങളോടുമുള്ള വഞ്ചനയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈന്ദവ വോട്ടുകളെ സ്വാധീനിക്കാണ് ശബരിമല കേസുകൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്നും എന്നാൽ ഭരണം ലഭിച്ചതോടെ സർക്കാർ ആ വാഗ്ദാനം വിസ്മരിച്ചുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ കണക്കുകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നാണ് ഉറപ്പാണ്. പൗരത്വ പ്രക്ഷോഭ കേസുകളിൽ മുസ്ലിം വിഭാഗങ്ങളെയും ശബരിമല കേസുകളിൽ ഹൈന്ദവ വിഭാഗങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കേസുകളുടെ എണ്ണവും പ്രതികളുടെ എണ്ണവും ഇത്രയധികം ഉയർന്നതിരിക്കെ ഇവ വേഗത്തിൽ തീർപ്പാക്കാത്തത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭാരമാണ് സൃഷ്ടിക്കുന്നത്.